ഇപ്പം നമ്മുടെ ഫീൽഡിൽ വന്നിട്ടേ ഇപ്പം എത്ര വർഷമായി? ഫിലിം ഫീൽഡ് എൻ്റെ 25 ഇപ്പോൾ കഴിഞ്ഞു. ടോട്ടൽ സിംഗിങ് എന്ന് പറയുകയാണെങ്കിൽ 30 വർഷമായി. കാരണം അതിന് മുന്നേ കാസറ്റും പിന്നെ ഗാനമേളയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 25 ഇയേഴ്സ് ഇൻ ഫീൽഡ്, നമ്മുടെ ഫിലിം ഫീൽഡിൽ ആഘോഷിക്കണ്ടേ? ആഘോഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ആഘോഷത്തിലോട്ട് പോകാൻ പോവുകയാണല്ലോ. കുഞ്ഞ് ആഘോഷ. പക്ഷെ ഞാൻ ഈ ആഘോഷത്തിൽ വളരെ ഹാപ്പിയാണ്. ഫസ്റ്റ് പാടിയ പാട്ട് ഏതാ ബിജുയുടെ? ഫസ്റ്റ് വെങ്കലത്തിലെ 10 വെളുപ്പിന്. അതായത് 10 വെളുപ്പിന് എന്നുള്ള പാട്ടാണ് എൻ്റെ ആദ്യ ഗാനമായിട്ട് നിൽക്കുന്നത്. പക്ഷെ സിനിമയിൽ വരുന്നത് ശരിക്കും, അതായത് സ്ക്രീനിൽ വരുന്നത് പാവം അയ്യേ ഐ വാച്ച് എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു കോമഡി സോങ് ആണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കലത്തിലെ 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്നുള്ള പാട്ട് തന്നെയാണ്. ബിജുയുടെ 10 വെളുപ്പിന് ഫസ്റ്റ് സോങ്. അത് സ്റ്റിൽ എവർഗ്രീൻ ഹിറ്റ് ആണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്കും പാടും ആ പാട്ട്. എന്ന് വെച്ചാൽ അത്ര നമ്മുടെ ഹൃദയത്തോട് ചേരുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് പാടിയതിന് ശേഷം ബിജുയുടെ ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നേ. അങ്ങനെ നല്ല ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു 1 ഇയർ. അതായത് അത് എന്താ സംഭവിച്ചാൽ പിന്നീട് പലരും പറഞ്ഞിട്ടുള്ള കാര്യം പറയണം. അത് കാരണം അതിനകത്ത് വെങ്കലത്തിൽ ബാക്കി എല്ലാ പാട്ടും മെയിൽ ദാസേട്ടനെ പഠിക്കണം, പിന്നെ ചിത്രശേഷിയും. അപ്പോൾ അതും ദാസേട്ടൻ പാടിയൊരു പാട്ടെന്ന രീതിയിലാണ് പലരും ഒക്കെ ചിന്തിച്ചു പോയത്. പിന്നെ അത് അങ്ങനെ അങ്ങ് പോയി. പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പാവം അയ്യേ ഐ വാച്ച് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി പാടുന്നത്. 2 രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട് തന്നെ. അപ്പോൾ അതിനുള്ളൊരു കാരണം ശരിക്കും പറയുകയാണെങ്കിൽ, പിന്നെ അന്നും ഇന്നും ഉള്ളൊരു എൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആരെയും വിളിച്ച് ശല്യപ്പെടുത്താറില്ല, ചോദിക്കില്ല, ശല്യപ്പെടുത്താറില്ല. ഇത് തന്നെ ഇങ്ങോട്ട് വന്നൊരു ചാൻസാണ്. കാരണം റോയ് പി തോമസ് ഡയറക്ടർ, അദ്ദേഹം ഞാൻ ദൂരദർശനിലൊരു പാട്ട് പാടുന്നത് കണ്ടിട്ട് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ 1-2 ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പയ്യനെ പാടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മാർക്കോസ് ചേട്ടനെ വിളിച്ച് നമ്പർ മേടിച്ചിട്ടാണ് എന്നെ വിളിച്ച് പാടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ്, റെയർ കേസാണ്. അതാണ് പാവം ഐ വാച്ചൻ. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരുപാട് സിനിമകൾ, അതിനുശേഷം ലാളനം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ട്രാക്ക് പാടി SP വെങ്കടേഷ് സാറിൻ്റെ. അങ്ങനെയാണ് SP വെങ്കടേഷ് സാറായിട്ടൊരു ലിങ്ക് വരുന്നത്. പിന്നീട് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ, പിന്നെ എന്താ പറയുക, ആദ്യത്തെ കൺമണി, അനിയൻ ബാബ, ചേട്ടൻ ബാവ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, അവിടെ അഭിനയിച്ച ഫിലിമല്ലേ. ഞാൻ വിചാരിക്കായിരുന്നു, ആക്ച്വലി ആനി അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. മിസ്റ്റർ ക്ലീൻ, മൂക്കില്ല രാജ്യത്തെ മറുമുക്കൻ രാജാവ്, കല്യാൺജി ആനന്ദ്ജി, സ്വപ്നലോകത്തെ ബാലഭാസ്കർ, എല്ലാ സിനിമകളും പാടിയിട്ടുണ്ട്. ബിജയുടെ ശരിക്കും ബിജയുടെ നേരത്തെ ആദ്യമാണല്ലേ വെങ്കലത്തിൽ പാടിയ പാട്ട് ദാസേട്ടനായിട്ട് ആ പാടിയെന്നും പറഞ്ഞിട്ട് അങ്ങ് മിക്സ് ആയിപ്പോയി. ശരിക്കും ബിജുവിന്റെ വോയിസ് ശരിക്കും ദാസേട്ടനായിട്ട് ഒരുപാട് അടുത്ത് വരുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല, ഒരിക്കലും അവകാശപ്പെടണമല്ല, പറയൂല. പക്ഷേ അത് വേറെ കാര്യം എന്ന് വെച്ചാൽ അന്ന് വേറെ സിംഗേഴ്സ് ഇല്ല, പിന്നത്തെ പോലെ വേറെ സിംഗേഴ്സ് ഇല്ല. കാരണം അന്ന് പിന്നെ ഉള്ളത് ജയേട്ടൻ, ഓഫ് കോഴ്സ് ദാസേട്ടൻ, ജയേട്ടൻ, പിന്നെ 2 ലെജൻഡറി അവരങ്ങനെ നിൽക്കുന്നു, പിന്നെ ശ്രീമാരേട്ടനാണ്. പിന്നെ വേറെ സിംഗേഴ്സ് അങ്ങനെ സജീവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. ഇന്നാണ് അങ്ങനെയല്ല, ഇന്നിപ്പോൾ ഒരുപാട് സിംഗേഴ്സാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഇതൊരു പുതിയ വോയിസ് തന്നെ ആയിരിക്കും എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അന്ന് വേറൊരു വോയിസ് സിനിമയിൽ കേൾക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിജുവായിട്ട് വിചാരിക്കുന്നു, പ്രേക്ഷകരായ ഞങ്ങൾ വിചാരിക്കുന്നു നല്ല സിമിലാരിറ്റി ആണ്, ഭയങ്കരമായിട്ട്. അതെന്താണ്, അത് പൊതുവേ നമ്മൾ കുറച്ച് മെയിൽ വോയിസ്, കുറച്ച് ബേസ് ടോൺ ഉണ്ടെങ്കിൽ പൊതുവേ ദാസേട്ടനായിട്ടുള്ള കമ്പാരിസൺ വരും. ആക്ച്വലി അതിൽ 2 ഗുണം എന്താ വെച്ചാൽ, ഒന്ന് അങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടും, പക്ഷെ പിന്നീട് ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്, ആവശ്യമില്ലാതെ പുള്ളി അനുകരിക്കണം, അല്ലെങ്കിൽ മനസ്സിലായി. 2 ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ പക്ഷേ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു അനുകരണത്തിന്, കാരണം അദ്ദേഹത്തെ അനുകരിക്കാൻ ആർക്കും പറ്റില്ല. അതൊരു വേറൊരു എന്താ പറയുക, തലത്തിൽ നിൽക്കുന്ന ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ നല്ല ഗുണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം, വേണം തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പരിധിയുണ്ട്. ബിജുവേട്ട ശരിക്കും ബിജുവിന്റെ ലൈഫ് എക്സ്പീരിയൻസ്, ഇപ്പൊ നല്ല ഗുണങ്ങൾ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞില്ല, അതിൽ ശരിക്കും ബിജുവേട്ടൻ പഠിച്ച ഗുഡ് അഡ്വൈസസ് അല്ലെങ്കിൽ എന്താ ഒരു ലൈഫില് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാണോ അതോ ജനറൽ ആയിട്ട്? അല്ല, അത് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഒരു ബേസിക്, അത് നല്ലതാണോ ചീത്തയാണെന്ന് അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല അനാവശ്യമായിട്ട്. ഒരാൾ ഇങ്ങോട്ട് വന്നൊരു അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാറുള്ളൂ. പിന്നെ അറിഞ്ഞുകൊണ്ട് ഒരാളെയും ഹേർട്ട് ചെയ്യാറില്ല. നമ്മൾ ചിലപ്പോൾ അറിയാതെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ടാവാം, ഇനിയും പറ്റും.
പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മളാരെയും പിന്നെ മറ്റുള്ളവരെ കുറിച്ച് പരദോഷം പറയാതിരിക്കുക. നമ്മളുടെ ദൈവം തന്നിരിക്കുന്ന കഴിവ് അല്ലെങ്കിൽ ജോലിയിൽ ക്ലീനാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് പലപ്പോഴും പലർന്നായിട്ട് നമ്മൾ പഠിച്ച പാഠങ്ങളും. ശരിക്കും ബിജുവിന്റെ റിയൽ ഗുരു ഇൻ മ്യൂസിക് ആരായിരുന്നു? ഗുരുക്കന്മാരാണ്, ഒരു ഗുരു അല്ല. തുടങ്ങിയത് ആക്ച്വലി ഫസ്റ്റ് ഗുരു എന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്. സിസ്റ്റർ അതുപോലെ പാട്ട് പാടും, മൃദംഗം പാടും. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തൊരു പ്രായമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു, ചിന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇല്ല, ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആര്യനാട് സദാശിവൻ സാർ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത്. ക്ലാസിക്കൽ കൂടുതലും പഠിച്ചിരിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാനി ഫയാസ് ഖാൻ എന്നിട്ട് ബാംഗ്ലൂരുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങനെ പഠനം ഇങ്ങനെ ഇടയ്ക്കും കേട്ടുകൊണ്ടുവന്നിടക്കുക അല്ലെ. ശരിക്കും ബിജുവേട്ടനൊക്കെ പാടി തുടങ്ങിയ സമയത്തൊക്കെ നല്ല പാട്ടുകളാണ് ഉണ്ടായിരുന്നത് അല്ലെ. ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മെലഡി സോങ്സ് ഒത്തിരി കുറവാണ്. പക്ഷെ എന്നാൽ റിയാലിറ്റി ഷോസ് ഒക്കെ ഒത്തിരി ഉണ്ട്. സിനിമയിൽ എന്നാൽ മെലഡി സോങ്സ് അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ആയിട്ടാണോ ഗ്യാപ്പ് ആയിട്ടാണോ എന്തോ ഒരു ലോസ് ആയിട്ടാണോ എന്നാന്നറിയാൻ മേല. അല്ല, പാട്ടുകൾ ശരിക്കും അന്നും ഇന്നും ഉണ്ട്. പക്ഷേ ഇന്നും നല്ല മെലഡികൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ അത്ര ഒരു ലോങ് ഒരു ലൈഫില്ല. മനസ്സിലായി. അപ്പോൾ അന്ന് ഇപ്പോൾ 10 വെളുപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കളവന്തരാം അല്ലെങ്കിൽ പഴയ ഇപ്പോൾ ദാസേട്ടനൊക്കെ പാട്ടിൽ ആകാശമാകെ അല്ലെങ്കിൽ എൻ്റെ പഴയ ദേവരാ മാസ്റ്റർ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്കും അറിയാം. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളെന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകൾ തന്നെയാണ്. കാരണം കഴിവുള്ളവർ തന്നെയാണ് ഇപ്പോഴത്തെ എഴുത്തുകാരും പാടുന്നവരാണെങ്കിലും ശരി, മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ശരി. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു കാലഘട്ടത്തിന്റെ വ്യത്യാസമായിരിക്കും. അന്നത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. കാരണം സിനിമ മേക്കിങ്ങിൽ ഡിഫറൻസ് വന്നിട്ടില്ലേ? പിന്നെ സിനിമയുടെ തന്നെ എന്താ പറയാ ഒരു സെറ്റപ്പ് തന്നെ മാറി അല്ലേ. പഴയ ടൈപ്പോ അല്ല. ഇപ്പൊ ന്യൂജൻ എന്ന് പറയുന്ന സിനിമകളൊക്കെ മോശം എന്ന് പറയാൻ പറ്റില്ല. മോശമല്ല. ബിജുവേട്ട ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടേതായ കാലഘട്ടത്തിൽ അത് ന്യൂജൻ ആണ് ഇല്ലേ. ദേവരാജ് മാസ്റ്റർ മാറി, നമ്മുടെ ഓരോ മ്യൂസിഷ്യൻസ് വരുമ്പോഴും തീർച്ചയായിട്ടും. കാരണം മാഷ് മാറി, അതിനുശേഷം പിന്നെ തലമുറ വന്നു. പിന്നെ ശ്യാം സാറ്, A.T. ഉമർ സാർ വന്നു. അതിനുശേഷം രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസേട്ട് വന്നപ്പോൾ അത് വേറൊരു തലമുറയായി. അതിനുശേഷം M. ജയചന്ദ്രൻ വന്നപ്പോഴത്തേക്ക് വേറെ. അതിനിപ്പത്തെ ലേറ്റസ്റ്റ് ഗോപി സുന്ദർ അല്ലെങ്കിൽ ബിജുബാലു വന്നപ്പോഴത്തേക്കും വേറെ. അല്ല, അതിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം ബിജുവിനോട് ബിജുവേട്ടൻ ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഇപ്പോഴും യൂത്ത് ആയിട്ട് എങ്ങനെ ഇരിക്കുന്നത്? എന്റെ ദൈവമേ, ധന്യവാദം. പറഞ്ഞു ബാക്കി പറഞ്ഞു. അത് എത്ര പേർക്ക് അറിയണമെന്നറിയാം. ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ പുറത്ത് പറയില്ല. ഈ പ്രാവശ്യം വിഷു കഴിഞ്ഞിട്ട് അത് മതി. ഇത് പണ്ട് ഞാൻ ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഒരു പരസ്യത്തിൽ നിന്നിരുന്നു. നേരത്തെ വണ്ണം ഉണ്ടായിരുന്നു. വണ്ണം കുറച്ചതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റിൻ്റെ പേര് പറഞ്ഞു. അന്ന് എത്ര പേരാണ് എൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാം. ഒരുപാട് പേര്. കാരണം വെച്ചാൽ സത്യമാണോ ഞാൻ പറഞ്ഞത്, ഞാൻ പരസ്യത്തിന് വേണ്ടി മാത്രമേ പറഞ്ഞതാണ് എന്നും പറഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിജുവേട്ടൻ ശരിക്കൊന്നുമില്ല. ബിജുവേട്ടന്റെ മനസ്സ് നമ്മുടെ നല്ല മനസ്സായിട്ട് എപ്പോഴും ഇരിക്കുക. അതേപോലെ എപ്പോഴും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക. നല്ല കാര്യങ്ങൾ. ടെൻഷൻ, പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ ടെൻഷനുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോവുക. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾ 4 പേരും ഒത്തിരി ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഗ്യാപ്പ്, പക്ഷേ ഇപ്പോൾ പിള്ളേരുടെ പഠിത്തമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് അങ്ങനെ കിട്ടുന്നത് കുറവാണ്. പിന്നെ 2 പേരുടെയും വെക്കേഷൻ ഒരേപോലെ കിട്ടണം. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. പിള്ളേർ മൂത്താള് LLB ബാംഗ്ലൂർ, രണ്ടാമത്തെ ആള് 8th സ്റ്റാൻഡേർഡ് എറണാകുളത്ത്. LLB കഴിഞ്ഞോ? ഇല്ല, LLB നടന്നുകൊണ്ടിരിക്കണം. വാദിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? വാദിക്കാൻ അവന് ഓരോ സമയത്ത് ഓരോ ടേസ്റ്റാണ്. ആക്ച്വലി ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അവൻ എൻ്റെ ഒപ്പം വരേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ അവനൊരു 8th സ്റ്റാൻഡേർഡ് മുതൽ കുക്കിംഗ് തുടങ്ങിയതാണ്. നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആ കുക്ക് ചെയ്തതിൻ്റെ പകുതി അവൻ തന്നെ കഴിക്കും. 1 കിലോ ചിക്കൻ വെച്ചാൽ 1/2 കിലോ പുളി കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും നമുക്ക് കിട്ടിയതാണ്. പക്ഷേ വളരെ എന്താ പറയുക, ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും ഉണ്ടാക്കുന്ന കാര്യത്തിലും വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അവൻ. നേരത്തെ പോലെ തന്നെ, ഇപ്പോഴല്ല, ഇപ്പോൾ ഇതായില്ലേ LLB ആയില്ല. അതിന് മുമ്പ് തന്നെ പുള്ളി ചെറുപ്പത്തിൽ തന്നെ പേസ്ട്രീസ്, പിന്നെ ടിക്ക ഐറ്റം, ചിക്കൻ ടിക്ക, മറ്റേ മറിച്ച്, പിന്നെ ഗ്രിൽ ഐറ്റംസ് ഒക്കെ. ചുരുക്കം പറഞ്ഞാൽ കൊച്ചു വീട്ടിൽ വരുമ്പോഴത്തേക്ക് അപ്പനും അമ്മയ്ക്കും ഒക്കെ കോളാ ഉണ്ടാക്കി തരും അല്ലേ?